ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പായി എടുത്തു വെച്ചിട്ട് ഒട്ടും സമയം കിട്ടിയില്ല. വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തറയാണ്, കാവിലെ തറ. അന്ന് ചെയ്ത വീഡിയോ ആയിരുന്നു. അന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എഡിറ്റ് ചെയ്തിടാൻ പെട്ടെന്ന് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പുറത്ത് വീടിൻ്റെ പുറം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ അന്ന് ക്ലീൻ ചെയ്ത മുറ്റമൊക്കെ അന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ചെറിയ ചെടികളൊക്കെ ഞാനവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ വർഷത്തെ ഓണമൊക്കെ ആകുമ്പോൾ നല്ല പൂവൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ പുറത്ത് ഈ സിമൻ്റ് ഇട്ട ഭാഗത്തിന് ചേതി എന്നാണ് പറയുക. എല്ലാവരും എന്താ പറയുകയെന്നൊന്നും എനിക്കറിയില്ല. അവിടെയാണ് ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് സബീനപ്പൊടി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഓസിട്ടിട്ട് വെള്ളത്തിൽ അടിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. നന്നായി വൃത്തികേടായിട്ടുണ്ട്. കുറച്ചധികം തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. പിന്നെ വീഡിയോ എടുക്കലും ക്ലീനിങ്ങും നടക്കൂലെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം ഇതും ശ്രദ്ധിക്കണം. ക്ലീനിങ്ങിലാണെങ്കിൽ ഈ വെള്ളം തുറന്നു വെച്ചിട്ട് വെള്ളവും പോന്നു, എല്ലാം കൂടി കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു വീഡിയോ എടുക്കാൻ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്കിവിടെ കാവിലെ തറയും കുടുംബക്ഷേത്രത്തിലെ തറയും ഒക്കെ ആയിരുന്നു. ചിലരുടെയൊക്കെ വീഡിയോസ് കാണാനും ഞാൻ ഒന്നിൽ ഡിലേ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോസ് കാണാൻ ഡിലേ ആകുന്നത്. കാരണം എനിക്ക് ഫോണിൽ നെറ്റ് ഞാൻ ചെയ്യാറില്ല. വീട്ടിലെ വൈഫൈ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് കാണുക. അപ്പോൾ പുറത്ത് തന്നെയാവും. കാവിലൊക്കെ ആകുമ്പോൾ എനിക്ക് വീഡിയോസ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റാറില്ല. പിന്നെ ലേറ്റാവും വീട്ടിലെത്താൻ. മോളെ ഇത് വാശി അതൊക്കെ നോക്കിയിട്ട് വീട്ടിൽ തന്നെ ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കണ്ടു തീർക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണമല്ലോ നമ്മൾ. എന്തായാലും എല്ലാവരെയും വീഡിയോസ് കാണും. അപ്പോൾ അതിൻ്റെ അടക്കം അമ്മ പുറത്ത് സിറ്റ് ഔട്ട് തുടക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾ വരും, വേഗം മാറിക്കോന്ന്. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ കാവിലെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അതും മടിയൊക്കെയാണ് എഡിറ്റിങ് ചെയ്യാനൊക്കെ. സമയം കിട്ടുന്ന പോലെ എല്ലാം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിട്ട്. എനിക്ക് തോന്നുന്നു കണ്ണൂരും കാസർഗോഡും ആണെന്ന് തോന്നുന്നല്ലേ തെയ്യങ്ങളെല്ലാം കൂടുതലുള്ള സ്ഥലം. പിന്നെ കുറച്ച് ജില്ലക്കാർ പറയുന്നതൊക്കെ ഞങ്ങൾ ഈ കെട്ടിയാടുന്ന തെയ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എല്ലാ വീഡിയോസും എടുക്കാനും പറ്റിയിട്ടില്ല. നല്ല തിരക്കൊക്കെയാണ്. നമ്മൾ ക്യാമറയിൽ ക്ലിയർ ഉണ്ടാവില്ല ചിലപ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ. പറ്റുന്നത് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരും ദിവസങ്ങളിൽ അതായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതിന്. പിന്നെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ക്ലൈമറ്റൊക്കെ മാറി നല്ല ചൂട് തുടങ്ങിയില്ലേ? ഇനി കുറച്ച് ദിവസങ്ങൾ എൻ്റെ ഈ തറയും വെള്ളാട്ടവും അങ്ങനെയുള്ള വീഡിയോസ് തന്നെയായിരിക്കും ഇനി വരിക. നമുക്കിവിടെ ഒരു ഏപ്രിൽ വരെയൊക്കെ ഈ തറയൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ എന്താണ്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യൂസിൻ്റെ കാര്യം. കുറേ ദിവസം എടുക്കുന്നുണ്ട് 100-200 വ്യൂസൊക്കെ വരാൻ. അപ്പോൾ അതേപോലെ തന്നെയുള്ള അഭിപ്രായങ്ങൾ കുറേ 2-3 പേര് പറഞ്ഞിരുന്നു. നമുക്കൊരു കാലം വരുവോടും എന്ന് കരുതി സമാധാനിക്കുക. എപ്പോഴെങ്കിലും യൂട്യൂബ് മാമൻ നമ്മളോടും കനിയുമായിരിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ബ്രഷ് ഇട്ടിട്ട് പിന്നെ സബീനപ്പൊടി അവിടെ ഇങ്ങനെ ഉരച്ച് തേച്ച് കഴുകാണ്. അപ്പോൾ ഓസിൽ ശക്തിയിൽ പൈപ്പിൽ വെള്ളം അടിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് പോകും. പക്ഷേ ഇതിന് സ്പീഡില്ല പൈപ്പിൽ വരുന്ന വെള്ളത്തിന്. പിന്നെ ഞാൻ ചൂലില്ലേ, മാച്ചിൽ എന്ന് പറയുന്നത്, ചൂലുകൊണ്ട് ഒന്ന് അടിച്ചിട്ട് വേഗം അത് പുറത്തോട്ടാക്കുന്നുണ്ട്.
എനിക്ക് ഈ എഡിറ്റിംഗ് ചെയ്യുമ്പോഴില്ലേ ഈ കട്ടിങ് ചെയ്യുന്നതും ക്ലീനിങ് ചെയ്യുന്നതൊക്കെ സ്പീഡിൽ അങ്ങ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കാണുമ്പം തന്നെ ഹായ് എന്താ രസം, ഇതുപോലെ സ്പീഡിൽ പണിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു ഭാഗ്യം എന്ന് വിചാരിക്കും. ഇത് എത്ര മണിക്കൂർ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് എന്ന് ചെയ്യുമ്പോഴല്ലേ മനസ്സിലാകുക. കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു വട്ടാണോ എന്ന് വിചാരിക്കും ചിലർ. നിങ്ങളങ്ങനെ ഇടാറുണ്ടോ, എഡിറ്റ് ചെയ്യാറുണ്ടോ, സ്പീഡിലിട്ടിട്ട് അത് കണ്ട് ആസ്വദിക്കൽ? ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ ഇടാൻ പോകുന്നേ. അല്ലെങ്കിൽ ഈ വ്ളോഗ് മൊത്തം ഈ അടിച്ചുവാരി പിന്നെ ഈ പുറം മാത്രം ക്ലീൻ ചെയ്യുന്നതേ കാണിക്കാൻ പറ്റൂ. കുറച്ചധികം ലെങ്ത്തായിപ്പോവും പിന്നെ ഈ വീഡിയോ, എല്ലാവരും സ്കിപ്പടിച്ച് ബുക്കളയും. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് സ്പീഡിലിടാൻ പോവാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർക്ക് പ്രാന്തായോ എന്ന്. ഞാനത് ലെങ്ത്ത് കുറച്ച് നല്ല കൂടുതലായിരുന്നു. അപ്പോൾ വീഡിയോ മൊത്തം പുറം ക്ലീനിങ് മാത്രമായിരിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അത്രയും സ്പീഡിലിട്ടത്. അപ്പോൾ അന്നത്തെ ക്ലീനിങ് അതോടെ അവിടെ നിർത്തിയിരുന്നു. കൈയിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു അന്ന്. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഈ ഹാളിലുള്ള മേശ മുതൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ മേശേൻ്റെ മുകളിൽ കാണുന്നില്ലേ, ഇവിടെ കുറേ ടോയ്സ് ഉണ്ട്. പിന്നെ കൊതുവിൻ്റെ ബാറ്റ്, വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ചിലപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഈ കുഞ്ഞ് കൊണ്ടായിട്ട് വെക്കും. കുറച്ച് അവൾ ഹൈറ്റുള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഈ ടേബിളിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ എന്ന് വിചാരിച്ചു. കുഞ്ഞിനെ ക്യാമറയിൽ കാണുന്നില്ലല്ലേ, ആൾ ക്യാമറ വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വെച്ച ആംഗിൾ കുറച്ചുകൂടി ഹൈറ്റായിപ്പോയി. ക്യാമറക്ക് മുമ്പിൽ വന്നിട്ട് എന്തെല്ലോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ക്യാമറയിൽ കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ പോസ്റ്റർ. 2, 3, 4, 5 കഴിഞ്ഞു, തറയൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൽ കുട്ടികളുടെ സൗണ്ട് വരുന്നത് ഞാൻ പുറത്ത് നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തന്ന സാധനം മറ്റേ മോളെ ബിൽഡിംഗ് സെറ്റില്ലേ, അതിൻ്റെ ഒരു ക്യൂബാണ്. വീട് നിറച്ചു ഇപ്പം ബിൽഡിംഗ് സെറ്റിൻ്റെ സാധനമാണുള്ളത്. പിന്നെ അത് ചവിട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഓപ്പൺ ടെറസിൽ വെച്ചിട്ടാണ്. നല്ല കാറ്റടിക്കുന്ന സൗണ്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, കുട്ടികൾ കളിക്കുന്ന സൗണ്ട് ഉണ്ടാവും. എനിക്ക് ടൈം കിട്ടുന്നില്ല. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ടേബിളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. പിന്നെ മരുന്നിൻ്റെ കുപ്പിയൊന്നും അവിടെ നിന്ന് മാറ്റിയാൽ ശരിയാവില്ല, ഞാനത് തപ്പി നടക്കേണ്ടി വരും. കുഞ്ഞിൻ്റെ മരുന്നിൻ്റെ കുപ്പിയാണേ. മേശയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ജനലിൻ്റെ കമ്പിയിലെല്ലാം പൊടിമുട്ടാൻ, അപ്പോൾ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കർച്ചീഫോ മറ്റോ കെട്ടാണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ തുമ്മി മരിക്കലായിരിക്കും. അപ്പോൾ അതൊന്ന് ആദ്യം പൊടിമുട്ടിയിട്ട് ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടച്ചിടാന്ന് വെച്ചു. പിന്നെ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഞാനിവിടെ കാണുന്നത്. കുറച്ചൊരു ഇരുട് പിടിച്ച പോലെ കാണുന്നുണ്ട്. ഞാൻ ലൈറ്റൊക്കെ ഇട്ടിരുന്നു, ആ സമയത്ത് എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല വീഡിയോ എടുക്കുമ്പോൾ. പക്ഷേ ഇതിലാണ് എനിക്ക് ഒരു മഴക്കാറൊക്കെ ഇരുട് പിടിച്ച പോലെ തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ഇന്നത്തെ വീഡിയോ എപ്പോഴും കുക്കിംഗ് വീഡിയോ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസല്ലേ ഇടുന്നത്. എപ്പോഴെങ്കിലും ഒരു മാറ്റം വേണ്ടേ, അതുകൊണ്ടാണ് ക്ലീനിങ് വീഡിയോ ഇതിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പം അങ്ങനെ വേറെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. വ്യൂസൊക്കെ നമുക്ക് പതിയെ വരുമായിരിക്കും.
അപ്പോൾ ജനലിൻ്റെ കമ്പീൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ മുട്ടി അതൊന്ന് നല്ലോണം തുടച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി ഞാൻ ഈ വണ്ണാമ്പില മുട്ടലാണ്. നമ്മൾ വണ്ണാമ്പില എന്ന് പറയുക, ചിലർ മാറാലോ എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ ഭാഷയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ മുകളിലെല്ലാം ഉള്ള പൊടിയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പരിപാടി, തുടക്കൽ പരിപാടി നടത്താൻ. ഇതിപ്പോൾ തറ 2, 3, 4 ആയിരുന്നു. അതിൻ്റെ തലേന്നാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. അത്രയും ദിവസം കൊണ്ടായിട്ടും നമ്മൾ പരീക്ഷയൊക്കെ ഉണ്ടാവില്ലേ, തലേന്ന് വരെ കാത്തു നിന്നിട്ട് തലേന്ന് തിരക്ക് പിടിച്ച് ചെയ്യുന്ന പരിപാടി, ആ പരിപാടിയാണ് ഈ ദിവസം ഞാൻ ചെയ്തത്. അപ്പോൾ കുട്ടികളുടെ സൗണ്ട് വല്ലാണ്ട് ഉണ്ടാവുമല്ലേ ഈ വീഡിയോയിൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ വ്യൂസ് 50 ഉള്ളത് 30, 10 അല്ല ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്കിതിൻ്റെ ലെങ്ത്ത് അങ്ങനെ മനസ്സിലാവില്ല. നമ്മൾ കട്ടാക്കിയിട്ടാണല്ലോ വീഡിയോസ് എടുക്കുക. ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനേക്കാളും മുകളിലുണ്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ മാത്രം. ഫുൾ എടുക്കുകയാണെങ്കിൽ പറയാമല്ലോ, നമ്മളെല്ലാം ഒന്നും എടുക്കില്ലല്ലോ. ഇതിപ്പോൾ കട്ടാക്കിയിട്ട് ഒരു 10-20 മിനിറ്റിൽ എങ്ങനെ എത്തിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറാലെല്ലാം മുട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു വാരൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് മുകളിൽ ഞങ്ങൾക്ക് റൂമില്ല, അതുകൊണ്ട് പിന്നെ മുകളിൽ ഭാഗം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം ഈ പരിപാടിയും കൂടി ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെന്താ, ഇത് ഇടക്കിടക്ക് നമ്മൾ അന്നേരം എഡിറ്റ് വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കും ഇത് പറയണം, നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് പറയണം, അത് പറയണം. പക്ഷെ വോയിസ് കൊടുക്കുമ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ അടിച്ചു വരലും പൊടിമുട്ടലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തുടക്കൽ പരിപാടിയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. എത്ര സമയം എടുത്തിട്ടായിരിക്കും അന്ന് ഞാൻ ഇത് ക്ലീൻ ചെയ്തതെന്ന് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം നമുക്ക് രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ഈ പരിപാടി തന്നെയായിരിക്കും. കുറേയെല്ലാം ഭാഗം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ട്രിമ്മാക്കിയിട്ടുണ്ട് കേട്ടോ, എഡിറ്റ് ചെയ്ത് കട്ടാക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കാണാമല്ലോ ഞാൻ തറേനെക്കാട്ടും മുമ്പിട്ട് എന്തെല്ലാം ചെയ്തിരുന്നോന്ന്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടാവും. നമുക്കെപ്പോഴെങ്കിലും പണ്ടത്തെ വീഡിയോസൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ഇത് ചെയ്തിരുന്നല്ലോ അങ്ങനെയൊക്കെ കാണാമല്ലോ, യൂട്യൂബ് ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇതും ഞാൻ കുറച്ച് സ്പീഡിലിടാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിലിട്ട് സഹായിക്കാം. സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവൾ നിർത്തുന്നില്ലേ എന്ന് നിങ്ങൾ ശപിക്കട്ട. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇത്രയും നേരം കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.